ത്രീ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച വീഡിയോ വൈകുന്നേരം അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ അവിടെ തൈ നടാനും അതിനൊക്കെ പോയിട്ടില്ല. ഭയങ്കര ക്ഷീണം പിടിച്ചുട്ടാ. പിന്നെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല, ഒരു മൂഡുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരം വൈകിട്ടാണല്ലോ എണീക്കല്. അതുകൊണ്ട് തന്നെ ആ തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അന്നേരം ഒരാൾ ഇത് രാവിലെ തന്നെ മടി കയറി കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രാവിലത്തെ എല്ലാ വിശേഷങ്ങളും പിന്നെ രാവിലെ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. നേരെ കറിക്ക് മുറിക്കാൻ വേണ്ടി എടുത്ത് കൊണ്ടുവന്ന സമയത്തായിരുന്നു ഒരാൾ എൻ്റെ മടിയിൽ കയറിയിരുന്നത്. കയ്യും കാലൊക്കെ ഐസും കട്ട പോലെ ഉണ്ട് കേട്ടോ. ഷട്ടറൊന്നും ഇടാണ്ട് തണുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പല്ലൊക്കെ തേച്ച് വന്നിട്ട് വെള്ളത്തിൽ കളിച്ചിട്ട് അത് വേറെ തണുപ്പ്. ഈ കൊച്ചിന് എപ്പോഴും ഈ വെള്ളത്തിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും കയ്യും കാലം ഐസ് കട്ട പോലെ ഉണ്ടാവും കേട്ടോ. അതായത് ഞാൻ കട്ടൻ ചായ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കൈ ചൂടാക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിപ്പിക്കുകയാണ് കേട്ടോ. മഞ്ഞ് കുറവുണ്ടായിരുന്നു ഇന്നലെ, പക്ഷേ ഇന്ന് നല്ല മഞ്ഞായിരുന്നു കേട്ടോ. ഞായറാഴ്ച അത്ര മഞ്ഞുണ്ടായിരുന്നിട്ടില്ല, പക്ഷേ തണുപ്പിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല കേട്ടോ. നേരെ കുഞ്ഞാപ്പൂ കുട്ടീനോട് ഇങ്ങനെ ഓരോ ഡയലോഗും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇരിക്കണത്. നേരെ ഞാൻ വെള്ളരി കറി വെക്കാന്നുള്ള കണ്ടീഷനിൽ വെള്ളരിയും കൂടെ എടുത്തും കൊണ്ടാണ് കേട്ടോ വന്നത്. അടുപ്പിൻ്റെ ചോട്ടിൽ അവിടെ ഇരുന്നിട്ട് വെള്ളരിയും കൂടെ മുറിക്കാമല്ലോ എന്നുള്ള കണ്ടീഷനിൽ വന്നതാണ് കേട്ടോ. അന്നേരം എന്നോട് പറഞ്ഞു ഇന്ന് ചിക്കൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ വെള്ളരി എടുത്തില്ല, അങ്ങനെ തന്നെ കൊണ്ടുവച്ചു. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചോറിന് അരി അടുപ്പത്തിട്ടിട്ട് നേരെ മുറ്റടിക്കാൻ വേണ്ടി പോയിട്ടാണ്. ചോറിന് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഈ മാസം കിട്ടിയ റേഷൻ അരിയാണ്. അന്നേരം എന്താണ് അതിൻ്റെ സ്ഥിതിഗതികളൊന്നും അറിയില്ല. അതുകൊണ്ട് ഇടക്കിടക്ക് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പായസം മാറ്റി വെക്കേണ്ടി വരും. റേഷൻ അരി ആയതുകൊണ്ട് ഓരോ മാസവും കിട്ടുമ്പോൾ വേറെ രീതിയിലുള്ള വേവായിരിക്കും. ചിലപ്പോൾ വേവ് കൂടുതലായിരിക്കും, ചിലപ്പോൾ വേവ് കുറവായിരിക്കും. അങ്ങനെ പല രീതിയായിരിക്കും. അന്നേരം തിള കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. അന്നേരം വേഗം മുറ്റൊക്കെ അടിച്ചു വാരി പുറത്തുള്ള പണികളങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അകത്തുള്ള പണികൾക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുഞ്ഞാപ്പുകുട്ടി പിന്നെ രാവിലെ എണീറ്റ് വരും. അവരാണെങ്കിൽ രണ്ടുപേരും കുറച്ച് നേരം കിടക്കൂട്ടാ. ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങും. എന്നാലും ഒരു 8 മണി, ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ഏകദേശം ആകാനുണ്ട്. 8:30 മണി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞങ്ങൾ കഞ്ഞിയാണ് വെച്ചത്, കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുപയറിട്ട് കഞ്ഞി വെച്ചു. അന്നേരം കഞ്ഞിയൊക്കെ അവിടെ വാങ്ങി വെച്ചതിന് ശേഷമാണ് കേട്ടോ ചോറിന് അരിയൊക്കെ അടുപ്പത്തിട്ടത്. അത് അലക്കുക, മുറ്റടിക്കൽ, അലക്കൽ, വെള്ളം കൊണ്ടക്കൽ, ഇങ്ങനെയുള്ള പുറത്തുള്ള പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം ശ്യാമാട്ടൻ കടയിൽ പോയിട്ട് ഇനി കറിക്കുള്ള ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വരണം. ആ നേരം കൊണ്ട് എന്ത് ചെയ്യുക, എൻ്റെ പുറത്തുള്ള പണികൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുക്കള പണിയല്ലേ ബാലൻസ് ഉണ്ടാവുള്ളൂ. വൈകുന്നേരം കുട്ടികൾ കുളിച്ചതൊക്കെ വൈകുന്നേരം തന്നെ അലക്കിയിട്ടു കേട്ടോ. പിന്നെ ഞാൻ കുളിച്ചത് അലക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. 6 മണിയൊക്കെ ആയിട്ടുണ്ടായി. അപ്പുറത്ത് പോയിട്ട് ഞാൻ അവിടെ മണ്ണ് കുറച്ചുകൂടെ ഇളക്കിയിട്ട് വരുമ്പോഴത്തേക്ക് 6 മണി ആകാനായി. പിന്നെ പുഴയിലേക്ക് ഇറങ്ങണ്ടല്ലോ എന്ന് എഴുതിയിട്ട് എൻ്റെ അതൊന്നും അലക്കിയിട്ടുണ്ടായില്ല. അന്നേരം രാവിലെ എൻ്റെത് ശ്യാമാട്ടൻ്റെയും കുഞ്ഞാപ്പൂൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പൂൻ്റെ പിന്നെ എത്ര വട്ടം അലക്കിയാലും ഡെയിലി 2-3 ജോഡി അവളത് ഉണ്ടാവും കേട്ടോ. അത് ഞങ്ങളത് 3 കുറച്ചുണ്ടായിരുന്നുള്ളൂ. അന്നേരം അതൊക്കെ വേഗം അലക്കിയിടാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഭയങ്കര തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. ഞാൻ ഈ നിൽക്കുന്ന നോക്കണ്ട, നല്ല അസാധ്യ തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന് രാവിലെ. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ സ്വാമിമാരുടെ കാര്യമല്ലേ, അവരയ്യപ്പ സ്വാമി അവർക്ക് ആ തണുപ്പ് കൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലത്തെ വെള്ളത്തിൻ്റെ തണുപ്പേ, മുങ്ങി കുളിക്കുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കില്ല. പക്ഷേ രാവിലെ നമ്മൾ പച്ചവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മേഷം ഉണ്ടാവും കേട്ടോ. തണുപ്പ് ആലോചിക്കുമ്പോൾ കുളിക്കാനും തോന്നില്ല രാവിലെ, അതൊരു വേറൊരു കാര്യം. ഇവിടെ എങ്ങനെ തണുപ്പാണെങ്കിലും ഞങ്ങൾ രാവിലെ പച്ചവെള്ളത്തിലാണ് കേട്ടോ എല്ലാവരും കുളിക്കുക. കുഞ്ഞാപ്പ് ഒഴിച്ച് ബാക്കി എല്ലാവരും പച്ചവെള്ളത്തിൽ തന്നെയാണ് കുളി. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ. പിന്നെ കണ്ടോ, നമ്മളെ വീടിൻ്റെ ഇങ്ങോട്ടേക്ക് ഭയങ്കര തണവാണ്. കണ്ടോ, ഒരു പ്രത്യേക തണവാണ് കേട്ടോ. അവിടെ നിന്ന് മേലോട്ടേക്ക് നല്ല വെയിൽ ഇറക്കി കേട്ടോ. ഇവിടെ നിന്ന് മേളിലേക്ക് കയറുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം ഉണ്ടാവും. കണ്ടോ, എനിക്ക് തണുത്ത വെള്ളത്തിൽ നിന്നിട്ട് മേലോട്ട് കയറിയപ്പോൾ എന്തോ ഒരു സുഖമായിരുന്നു അറിയാം. ചൂടങ്ങോട്ട് തട്ടുമ്പോൾ ഇപ്പോൾ രാവിലത്തെ നല്ലൊരു ഇളം വെയിലുണ്ടാവുമല്ലോ, ആ ഇളം വെയിൽ അങ്ങോട്ട് കൊള്ളുമ്പോൾ നല്ലൊരു സുഖം കേട്ടോ. അത് കുറച്ച് നേരം അവിടെ നിന്ന് വെയിലൊക്കെ കാഞ്ഞതിന് ശേഷമാണ് തുണിയൊക്കെ ആറിയിട്ടത്. ചക്കരയാണ് എൻ്റെ കൂടെ വീഡിയോ എടുക്കാനുള്ളത്. അന്നേരം മേലോട്ടേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മളെ വീടിൻ്റെ താഴോട്ട് ഭാഗത്തേക്കുള്ള കാലാവസ്ഥയും മുകൾ ഭാഗത്തുള്ള കാലാവസ്ഥയും കണ്ടു. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ ചായച്ചെടി ചപ്പൊക്കെ പറിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ചപ്പ് പറിക്കലും മരുന്നടിക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് വലിയ ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല ചെടീൻ്റെ മുകളിൽ. അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ചപ്പില്ല. ഇപ്പോൾ ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നല്ല വെയിലിറക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ കണ്ടോ ഒരു ക്ലിയർ രാവി പോലെ ഇല്ല, ഒരു കോടം മൂടിയ പോലെ ഉണ്ടാവും. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് ചോല കൂടുതലായതുകൊണ്ട് അത് മുള, ഓട, പിന്നെ പുളിമരം ഉണ്ട് അവിടെ ഒരെണ്ണം, അങ്ങനെയല്ല മാവ്, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ചോല വരുന്നതുകൊണ്ട് നമുക്കൊരു തണുപ്പ് ഭയങ്കര കൂടുതലാട്ടോ. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എന്ത് ജാതി തണുപ്പാണെന്നറിയോ. ഒരുമാതിരി നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉറക്കം വരുന്ന ഒരു കാലാവസ്ഥ അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമുക്ക് മിണ്ടാതിരുന്ന് എന്തെങ്കിലും പണിയെടുക്കുക കഴിഞ്ഞിട്ട് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ വേഗം ഉറക്കം വരുമ്പോൾ തോന്നൂട്ടാ. പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് വന്നു. ഇതാ കഞ്ഞി കുടിക്കാൻ കേട്ടോ. കഞ്ഞിയുടെ ചെറുപയർ കഞ്ഞിയും അച്ചാറും കൂടി കേട്ടോ. രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 9:30 മണി 10 മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ.
കുഞ്ഞാപ്പുകുട്ടി ഇതപ്പോൾ പല്ലിയേച്ച് വന്നിട്ടേ ഉള്ളൂ. പല്ലിയേച്ച് വന്നിട്ട് അവൾ രാവിലെ പോയി കുറച്ച് നേരം ചക്കരേൻ്റെ കൂടെ പോയി പല്ലിയേക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കളിച്ചു കൂട്ടാ. ഇപ്പോഴാണ് ശരിക്കും പല്ലിയേച്ച് വന്നത് കേട്ടോ. ആൾ ഇവിടെ ശ്യാമാട്ട പാട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വോയിസ് ഇട്ട് എടുക്കാമെന്നൊക്കെ ഇരുന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ പാട്ടിൻ്റെ സൗണ്ട് രാവിലെ ഭയങ്കരമാണ് കേട്ടോ. അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞ് ഞാൻ പല്ല് തേച്ചു എന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പേസ്റ്റ് മണക്കണ്ടോ നോക്കാനാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വായി തുറന്ന് കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയും നീ പല്ല് തേച്ചിട്ടില്ല എന്ന് പറയും. മിക്ക ദിവസം അങ്ങനെയാണ്. ബ്രഷും പേസ്റ്റൊക്കെ എടുത്തിട്ട് പോയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് വരും. 3 ആളെ കൂടിയും പല്ലിയേക്കാൻ ഇറങ്ങും കേട്ടോ. പിന്നെ എൻ്റെ പൊന്നു മക്കളെ ഇതുണ്ടോ വെളിച്ചെണ്ണയുടെ അവസ്ഥയാണ് കേട്ടോ. കല്ലെങ്ങനെയുണ്ടോ കല്ല് മാതിരി ഇരിക്കുക കേട്ടോ. ഒരു ഞെങ്ങൽ പോലും ആ വെളിച്ചെണ്ണ കേൾക്കണില്ല കേട്ടോ. അതാണ് അവസ്ഥ. എൻ്റെ കയ്യിലടിച്ചിട്ടില്ല. എൻ്റെ കൈ ഞാൻ അത്ര വേദന ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ നല്ല വേദന എടുത്തുട്ടാ. ഞാൻ പൊട്ടത്തീന്ന് പറഞ്ഞാൽ മതി. ഒറ്റയടിയൊക്കെ അടിച്ചു. എൻ്റെ കൈ നന്നായിട്ട് വേദന എടുത്തു. പിന്നെ ഞാൻ അതിനെ ഉരുക്കിയെടുക്കണേ ഒരുപാട് സമയം എടുക്കും. ഞാനൊരു സ്പൂണിൻ്റെ ഇത് തിരിച്ച് പിടിച്ചിട്ട് തോണ്ടുമ്പോഴത്തേക്കും ഇല്ല ഭയങ്കര ഉറപ്പാണ് കേട്ടോ. സ്പൂണ് പോലും വളഞ്ഞു പോകണ പോലെ തോന്നും എനിക്ക്. അത്ര ടെമ്പർ തണുപ്പ്. അന്നേരം തണുപ്പിൻ്റെ ഒരു അവസ്ഥ അല്ലേ, വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചാൽ തന്നെ എണ്ണ ചൂടാക്കി കിട്ടാനൊക്കെ ഭയങ്കര താമസം. അടുപ്പിൽ തീ കത്തിയാൽ തന്നെ നമുക്ക് തോന്നും എന്താ വെള്ളം എന്താ ചൂടാകാത്ത തോന്നും. തണുപ്പ് കാരണമല്ലേ വെള്ളം വരെ പതുക്കനെ ചൂടാവുള്ളൂ. തീക്കൊന്നും ചൂടില്ലേ എന്ന് വരെ തോന്നിപ്പോട്ടാ. പിന്നെ ഞാൻ പൊന്നൂസിനോട് പറഞ്ഞു വെയിലത്ത് വെച്ചിട്ട് എണ്ണയൊന്നും ഉരുക്കിയിട്ട് വാ. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് ചിലപ്പോൾ അടുപ്പിൻ്റെ അവിടെ വെച്ച് ഉരുക്കിയിട്ട് ഓരോ പ്രാവശ്യം എണ്ണ വാങ്ങുമ്പോൾ ആ കുപ്പികൾ ഇങ്ങനെ ഉരുക്കിയില്ലേ എല്ലാം ഒരുമാതിരി ഷേപ്പിലാണ് കേട്ടോ ഇരിക്കണത്. അന്നേരം ഞാൻ പറഞ്ഞു വെയിലത്ത് വെച്ച് ഉരുക്കിയിട്ട് വന്നു. അന്നേരം ശ്യാമാട്ട കടയിലൊക്കെ പോയി കപ്പയും ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അന്നേരം പിന്നെ ഞാൻ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ മിക്കതും കപ്പ മേടിക്കും. അതായത് ആ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ എല്ലാം ആക്കി കറിക്കുള്ള ഗ്രേവി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ ഉള്ളതുകൊണ്ട് തന്നെ കറി കുറച്ച് ഗ്രേവിയിൽ വേണം. അല്ലെങ്കിൽ നമുക്ക് കഷ്ണം മാത്രമാകുമ്പോൾ കപ്പയ്ക്ക് കൂട്ടാൻ കഴിയില്ലല്ലോ. അന്നേരം കുറച്ചൊരു ഗ്രേവിയിലാണ് കേട്ടോ കപ്പ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചിക്കൻ വെക്കുക. അന്നേരം ഉരുളക്കിഴങ്ങ് പിന്നെ എല്ലാവർക്കും അറിയാം. നമ്മളെ ചിക്കൻ കറിയിൽ മെയിനായിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാകും. ഇവിടെ എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് ചിക്കനിലിട്ട് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അതങ്ങനെ ഉണ്ടാക്കി ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാതെ തന്നെ ഉരുളക്കിഴങ്ങ് ഇടും കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക്. ചിക്കൻ വെക്കുമ്പോൾ അതിലൊരു ഉരുളക്കിഴങ്ങെങ്കിലും എനിക്ക് ഇട്ടിട്ടില്ലൊരു സമാധാനക്കേടാണ് കേട്ടോ. പിന്നെ കരിവേപ്പിലെല്ലാം ഇട്ട് കറി വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിനാക്കി മൂടി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ കപ്പയും കൂടെ പൊളിക്കാനിരുന്നു. കപ്പയും കൂടെ കയ്യോടെ പൊളിച്ച് പുറത്തടുപ്പ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അന്നേരം അവിടെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ തിളച്ച് കിടക്കുന്നുണ്ട് അവിടെ. അത് വാങ്ങി വെച്ച് കഴിയുമ്പോൾ കപ്പ അടുപ്പത്ത് വെക്കാമെന്നുള്ള കണ്ടീഷനിൽ കപ്പ പൊളിക്കാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ. കപ്പ വലിയ കുഴപ്പമില്ല. ചിലതിനൊരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് 1 കിലോ എത്ര കിലോ 2 കിലോ ആണോ 1 കിലോ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അന്നേരം 50 രൂപ 60 രൂപയും കണ്ടാന്നാണ് തോന്നുന്നത് ഇവിടെ കപ്പയ്ക്ക് വില. ഓരോ സമയത്ത് ഓരോ വില. പിന്നെ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരും എന്നല്ലാണ്ട് നമ്മൾ പോയി വാങ്ങിക്കാത്തതുകൊണ്ട് കറക്റ്റായിട്ട് ഇന്ന സാധനത്തിന് എത്ര വില എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒരു സാധനത്തിൻ്റെയും കറക്റ്റായിട്ടുള്ള വില എനിക്കറിയത്തില്ല. കാരണം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാറില്ല. ആഴ്ചയ്ക്ക് ഇന്ന എന്തൊക്കെ സാധനം വേണമെന്ന് വെച്ചാൽ അത് ബില്ലിട്ട് കൊടുക്കുക. അത് കൊണ്ടുവരുന്നു എത്ര പൈസ നമ്മൾ നോക്കാറില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്നോടൊരു വീട്ടമ്മയായ എന്നോട് സാധനങ്ങൾ ഓരോന്നിൻ്റെയും വില ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്ന് തന്നെ പറഞ്ഞാൽ നാണക്കേടായിരിക്കും. അങ്ങനെയുള്ള അമ്മമാരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കെട്ടിയന്മാർ കൊണ്ടുവരുന്നു, നമ്മൾ വെക്കണു, കഴിക്കണു, കൊടുക്കണു. ഇത് തന്നെയല്ലേ എല്ലാവരും ചെയ്യണേ. വില എത്ര എന്ന് ഞാൻ എപ്പോൾ പോയാലും കടയിൽ പോയിട്ട് അപൂർവം ഞാൻ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകാറുള്ളൂ. പിന്നെ പോവുകയാണെങ്കിൽ തന്നെ ശ്യാമേട്ടൻ എപ്പോഴും എന്നോട് പറയും എത്രയാണ് വില എന്ന് ചോദിച്ചിട്ട് വാങ്ങണം. ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ല കേട്ടോ. ഞാൻ പോയിട്ട് എനിക്ക് എത്രയാണോ ആവശ്യം ആ സാധനം ഇങ്ങോട്ട് വാങ്ങിക്കൂട്ടോ. അതായത് ചിലപ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ല എന്നല്ല, നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന കടയായതുകൊണ്ട് നമുക്ക് പൈസ കുറച്ച് കുറവാണെങ്കിലും അവിടെ എഴുതി വെച്ചോ ശ്യാമേട്ടൻ തരുമെന്ന് പറഞ്ഞിട്ട് കണ്ട് പോരാട്ടോ. നമ്മൾ പറ്റി മേടിക്കുന്ന കടയായതുകൊണ്ട് അങ്ങനെ പറയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ സാധനത്തിന് വില ചോദിച്ച് വാങ്ങിക്കൽ വളരെ കുറവാണ്. പിന്നെ കപ്പയൊക്കെ ഞാൻ പുഴയിൽ തന്നെ പോയി കഴുകി പുഴയിൽ നിന്ന് തന്നെ കൊത്തി നുറുക്കി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇരുന്നിരുന്ന് കാല് കഴിച്ചപ്പോൾ പതുക്കെ എണീറ്റതാണ്. അത് പുഴയിൽ നിന്നാകുമ്പോൾ കയ്യോടെ എല്ലാ പരിപാടിയും തീർന്നൂലോ എന്ന് വിചാരിച്ച് പുഴയിൽ തന്നെ പോയി എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് പോകണം. കപ്പയിൽ നല്ല മണ്ണുണ്ടായിരുന്നു കേട്ടോ. അത് പൊളിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടാണ് ഞാൻ പിന്നെ കൊത്തി നുറുക്കിയത്. കൊത്തി നുറുക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അധികം മണ്ണും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 വട്ടം കഴുകി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അതായത് ചക്കരക്കുട്ടിയാണ് ഈ വീഡിയോ എടുത്ത് തരുന്നത്. പുഴയുടെ വീഡിയോ ഒക്കെ അവൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ആ കപ്പയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതാ കുടിക്കാനുള്ള വെള്ളവും തിളച്ചു. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കണം. ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് എനിക്ക് കുറച്ച് ചാണകപ്പൊടി എടുത്തുകൊണ്ട് വരണം കേട്ടോ. അതായത് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോകുന്നത് അമ്മയാണ് കേട്ടോ. അമ്മയുടെ തൊഴിലുറപ്പിനിടുന്ന നെയ്റ്റിയും ഇതൊക്കെ അവിടെ അലക്കി ആറിയിട്ടിട്ടുണ്ട്. മുകളിൽ മെറ്റലിൻ്റെ മുകളിലാണ് ആറിയിട്ടേക്കണേ. അതായത് അവിടെ പോയി കുറച്ച് ചാണാനൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇവിടെ ഒരു കൊട്ട ചാണകത്തിന് 40 രൂപയാണ് കേട്ടോ വില. അങ്ങനെ 2 കൊട്ട ചാണാനം എടുത്തിട്ട് വന്നു. ഉണക്ക ചാണാനായതുകൊണ്ട് തന്നെ കനമൊന്നുമില്ല. ചാക്കി കെട്ടി തലയിൽ വെച്ച് ഇങ്ങോട്ട് പോകണു കേട്ടോ. പിന്നെ വരുമ്പോഴത്തേക്ക് ഇതാ പൊന്നൂസിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കറി നോക്കണം, കപ്പ നോക്കണം, തീ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോയത്. അന്നേരത്തേക്ക് ഇത് വെളിച്ചെണ്ണയൊക്കെ കണ്ടോ. എന്നിട്ടും നല്ല വെയിൽ കൊണ്ടിട്ടും കണ്ടോ. ഇനി അതിൻ്റെ അകത്ത് കട്ട ഉരുകാനുണ്ട് കേട്ടോ. നേരം ഞാനിത് ചിക്കൻ കറിയൊക്കെ ഞാൻ വരുമ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. കറി ആയിട്ടുണ്ടായിരുന്നു. കപ്പ ഏകദേശം വരുന്നേ ഉണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഞാൻ വന്നു പപ്പടമൊക്കെ വറക്കുകയാണ്.
ഇനി ചിക്കൻ കറി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് ലേശം കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വാങ്ങി വെച്ചു കേട്ടോ. കുരുമുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ പപ്പടവും കൂടെ കാച്ചി വെക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ കറീൻ്റെ കൂടെ പപ്പടം നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ. ചിക്കൻ കറി ഉള്ളപ്പോൾ പപ്പടം ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ ചോറ് കഴിക്കാൻ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ പപ്പടമൊക്കെ വറുത്തത് ചക്കരേനോട് ഞാൻ പറഞ്ഞു ഒരു കവറിൽ കെട്ടി വെച്ചു. എന്തായാലും നമ്മൾ ചോറിനുമ്പോഴത്തേക്കും അത് തണുത്ത് പോകും, അല്ലെങ്കിൽ ഒരു കവറിൽ കെട്ടി വെക്കൂ എന്ന് പറഞ്ഞാൽ അവൾ കവറിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കപ്പ ഊറ്റാനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കപ്പയൊക്കെ ഊറ്റിയത് പച്ചമുളകും ഉള്ളിയും കരിവേപ്പിലയും കൂടിയാണ് കേട്ടോ വറവിടുന്നത്. കപ്പയ്ക്ക് അരപ്പൊന്നും വേറെ ചേർക്കണമൊന്നുമില്ല. ഞാൻ കപ്പയിൽ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വെള്ള കളറിലാണ് വെക്കിച്ചത്. ഇവിടെ ചില ദിവസം ഞങ്ങളിങ്ങനെ വെള്ള കളറിൽ വെക്കും, ചില ദിവസം മഞ്ഞ കളറിൽ വെക്കും. അതങ്ങനെ പല രീതികളിൽ വെക്കും കേട്ടോ. കപ്പയൊക്കെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴഞ്ഞ് നല്ല പുട്ട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ കപ്പ. അങ്ങനെ കപ്പയൊക്കെ ആക്കി വെക്കുന്നുണ്ട്. കപ്പയൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഇവർ കുറച്ച് കപ്പയൊക്കെ കഴിച്ചു. ഞാൻ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളൊരു 11:30 ആയപ്പോൾ അപ്പുറത്തേക്ക് പോണത്. നേരെ പച്ചക്കറി തൈയൊക്കെ ആയിട്ട് പോവുകയാണ്. അന്ന് ഞാൻ കൊണ്ടുവന്നിട്ട് കാർബോർഡ് പൊട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായില്ല. എലിശല്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ മാറ്റി വെക്കാത്തത്. പിന്നെ ചാണാനൊക്കെ ഞാൻ കുറച്ചുകൂടെ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയും കൊണ്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് പോയത്. 2 തവണ പോകേണ്ടി വന്നു കേട്ടോ. കുഞ്ഞാപ്പുക്കുട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് കുഞ്ഞാപ്പുക്കുട്ടി ഇവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആർക്ക് പേടി തോന്നുന്നൊന്നും വേണ്ട. അവൾ അവിടെ ഇറങ്ങി നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. ആളങ്ങനെ വീഴുമൊന്നുമില്ല അവിടെയൊന്നും. ആൾക്ക് കറക്റ്റ് അറിയാം എവിടെ ചവിട്ടിയാൽ ഇങ്ങനെ ഇറങ്ങാം എങ്ങനെ പോകാം എന്നുള്ളതൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ കൂടെ തീരുമാനമൊക്കെ വരുമ്പോൾ ആളിങ്ങനെ ഒറ്റയ്ക്ക് കയറി വരലൊക്കെ ഉണ്ട്. കാണുന്നവർക്ക് ചിലപ്പോൾ പേടിയാവട്ടോ കൊച്ചു കല്ലിൻ്റെ മുകളിൽ കൂടെ പോടും എന്നുള്ളത് ഒരു പേടിയുണ്ടാവും. ഇല്ല കേട്ടോ, അവളത് എക്സ്പെർട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പോയി ബക്കറ്റും ചാണകമൊക്കെ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ടാണ് കേട്ടോ രണ്ടാമത് വന്നിട്ട് കുഞ്ഞാപ്പുക്കുട്ടീനെയും കൊണ്ടൊക്കെ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഒറ്റ ട്രിപ്പിൽ പോലെ നടക്കൂല. ഇപ്പുറത്ത് ഇവരെ നിർത്തിയിട്ട് പോയിട്ടില്ലെങ്കിൽ കുഞ്ഞാപ്പുക്കുട്ടീനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പൊന്നൂസ് പിന്നെ എൻ്റെ പുറകെ തന്നെ അങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ ഞാനതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ്. കൈക്കോട്ട് എടുക്കണം, കുഞ്ഞാപ്പുക്കുട്ടീനെ എടുക്കണം. അങ്ങനെ 2 പരിപാടികളുണ്ട്. ഈ അക്കരെ ഇക്കരെ നടത്തൊരു പണി തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ പോയി കൈക്കോട്ടൊക്കെ എടുത്ത് വന്നിട്ടാണ് കേട്ടോ കുഞ്ഞാപ്പുക്കുട്ടീനെയും കൊണ്ട് അക്കരയ്ക്ക് പോകുന്നത്. അന്നേരം ഇനിയിപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേക്കും കുറച്ച് സമയമാവും. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കഞ്ഞിയും കപ്പയൊക്കെ ലേശം കഴിച്ചിട്ടാണ് ഈ പോകുന്നത്. പുഴയിൽ പിന്നെ വെള്ളം കുറവായതുകൊണ്ട് ഈ സമാധാനം കേട്ടോ. വെള്ളം കൂടുതലാണെങ്കിൽ നമ്മൾ അക്കരെ അപ്പുറത്തൂടെ പാലം കടന്ന് ചുറ്റി വളഞ്ഞ് ഇവിടെ എത്തണം കേട്ടോ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് 10 മിനിറ്റ് വേണം തോന്നും. കുഞ്ഞാപ്പൂനെയും കൊണ്ട് പോകുമ്പോൾ നടക്കൂല, എടുക്കണം, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടാകും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നല്ല തണവുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ചാണകമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. മണ്ണൊക്കെ ഒന്ന് ഡ്രൈ ആയി കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ പൊന്നൂസ് വെള്ളമൊക്കെ കൊണ്ടുവന്ന് നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അതൊരു കുഞ്ഞാപ്പുക്കുട്ടിക്ക് വെള്ളം മുക്കാൻ പോകണമെന്നും പറഞ്ഞിട്ടാണ് ആളവിടെ നിൽക്കണത്. ഞാൻ ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഓരോരോ പരിപാടികൾ എടുക്കുന്നത്. പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് മുക്കിക്കൊണ്ടിരണം. അധികം ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ മുക്കിക്കൊണ്ടുവരാൻ. ഇവിടെ ഒച്ചപ്പാട് കേൾക്കുന്നതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. പൊന്നൂസ് ബക്കറ്റും തുണി എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടതാണ് കേട്ടോ ഒച്ച വെക്കണത്. ആരും ഒന്നും വിചാരിക്കണ്ട. അന്നേരം കാർബോർഡ് പെട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുക്കുക പറഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞാപ്പുക്കുട്ടി പോയി എടുത്തിട്ട് 2 ചെടീൻ്റെ തണ്ട് ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മണ്ണിലേക്ക് ആദ്യം ഒന്ന് ചാണകം മിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറേ ചാണകം പോയ പോലെ തോന്നിയിട്ടാ. അന്നേരം അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഓരോ ചോടും ഇങ്ങനെ കുഴിയെടുക്കും അതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതിയായിരുന്നു എന്ന് ആദ്യത്തെ ഒരു വെക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ അങ്ങനെ മിക്സ് ചെയ്തില്ല. കാരണം അങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചാണകപ്പൊടിയുടെ ആവശ്യം വരും. അതായത് ഞാൻ പിന്നെ എന്ത് ചെയ്തു, ചാണകപ്പൊടി അങ്ങനെ മിക്സ് ചെയ്യാതെ കുഴി മാന്തി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ചാണകപ്പൊടി ആദ്യം ഓരോ പിടി വാരിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് തൈ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്ത്. ആദ്യം നമുക്കറിയുന്നില്ല, പൊട്ടത്തരായിപ്പോയി. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഞാൻ ചെടി അടുത്തടുത്താണ് വെച്ചേക്കണമെന്നില്ല കേട്ടോ. കോളിഫ്ലവറിൻ്റെ ഒരു ഇലയ്ക്ക് ഏകദേശം മാക്സിമം എത്ര ഒരു വലിപ്പം കിട്ടും നമുക്കറിയാലോ. ആ ഒരു വലിപ്പം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെടി നട്ടേക്കുന്നത്. ഒരു ഏരിയയിൽ ഇങ്ങനെ 2 ചെടി വെച്ചിട്ടാണ് നട്ടേക്കുന്നത്. നേരെ ഇങ്ങനെ 2 ചെടി വെച്ചിട്ടാണ് നട്ടേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നനയ്ക്കാനോ ഉള്ളിൽ കള വന്നു കഴിഞ്ഞാൽ പറിച്ചളയാനൊക്കെ ഭയങ്കര പാടല്ലേ, വളം ഇട്ട് കൊടുക്കാനൊക്കെ പാടായിരിക്കും ചെടി കുറച്ച് വലുതായി കഴിഞ്ഞാൽ. ഇതിനിപ്പോൾ പണിയുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുറ്റിനും ഒന്ന് മറ വെച്ച് കൊടുക്കണം. സാരിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഒരു മറയൊക്കെ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വല്ല പന്നിയോ പെരിച്ചാഴിയൊക്കെ വന്നിട്ട് മാന്തിക്കളയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരുന്ന വീഡിയോഗ്രാഫർ ആരാന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞാപ്പുക്കുട്ടിയാണ് കേട്ടോ. ഞങ്ങൾ 3 ആളും ഇവിടെ ഓരോരോ പണിയായതുകൊണ്ട് ഇവരെനിക്ക് ചെടി അതിൻ്റെ അകത്ത് നിന്ന് പതുക്കെ പറിച്ച് തരുന്നുണ്ട്. അന്നേരം ഞാൻ കുഴിയെടുത്തിട്ട് ചാണാനും പൊടി ഇട്ടിട്ട് ഞാൻ നടുകയാണ് ചെയ്യണം. അന്നേരം ഇവർ ഓരോന്ന് എടുത്ത് 2 പേരും കൂടെ എനിക്ക് തരുന്നുണ്ട്, എന്നെ സഹായിക്കുന്നുണ്ട്. അന്നേരം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്യാമാട്ടനും കൂടെ വന്നു കേട്ടോ. ഞങ്ങളിവിടെ ഇങ്ങനെ ഓരോരോ പണി എടുക്കുന്ന കണ്ടപ്പോൾ പിന്നെ ശ്യാമാട്ടനും കൂടി വന്നു. ശ്യാമാട്ടനും കൂടെ വന്നിട്ട് കുറച്ച് നേരം സഹായിച്ചുകൊണ്ട് വേഗം കഴിഞ്ഞു കേട്ടോ. കാരണം നമുക്ക് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈ 19, 20, 24 തൈ ഉണ്ടായിരുന്നു കേട്ടോ. 24 തൈ ഉണ്ടായിരുന്നു. പിന്നെ കോളിഫ്ലവറും ക്യാബേജും കൂടെ 44 തൈൻ്റെ അടുത്തുണ്ടായിരുന്നു. 40 തൈൻ്റെ മുകളിലുണ്ടായിരുന്നു കേട്ടോ. എൻ്റെതും അമ്മേൻ്റെയും കൂടെയാണ് കേട്ടോ. അമ്മയ്ക്ക് കോളിഫ്ലവർ 10, എനിക്ക് കോളിഫ്ലവർ 10, ക്യാബേജ് 10 അങ്ങനെ വരും. പിന്നെ 2 എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂടെ വരും. പിന്നെ എല്ലാം അതുപോലെ ഉണ്ടായിരുന്നു. മുളകിൻ്റെ ചെടി മാത്രമാണ് 7, 14 ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതേപോലെ 40 വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അന്നേരം പിന്നെ ഭയങ്കര പാടായി 40 ഞാൻ പറഞ്ഞത് കോളിഫ്ലവർ 10, കേബേജ് 10, കോളിഫ്ലവർ അമ്മേൻ്റെ 10 എൻ്റെ 10 അങ്ങനെ 20, കേബേജ് അമ്മയുടെ 10 എൻ്റെ 10 അങ്ങനെ 40 കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ 2-3 എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം അതൊക്കെ കൂടി ആയതുകൊണ്ട് കുറേ ചെടികൾ നടാനുണ്ടായിരുന്നു. അന്നേരം ഇനി കുറച്ച് ചീര വിത്തൊക്കെ വാങ്ങിച്ചിട്ടില്ല. അന്നേരം അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം നടാൻ. വഴുതനങ്ങയൊക്കെ ഈ സൈഡിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ശ്യാമാട്ടൻ ഇവിടെ വന്നിട്ടത്. ശ്യാമാട്ടനാണ് ഇവിടെ പുതിയതായിട്ട് കിളച്ചുണ്ടാക്കിയതാണ്. നമ്മൾ ആദ്യം കിളച്ചിട്ടെടുത്ത് മൊത്തത്തിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തക്കാളിയൊക്കെ കുറച്ച് ആയി കഴിയുമ്പോൾ നമുക്കിങ്ങനെ കൊള്ളി കുത്തി കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ അത് ചെരിഞ്ഞ് പോകുമല്ലോ. അന്നേരം പിന്നെ അതിനൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണമല്ലോ നമ്മൾ നടാൻ. എൻ്റെ ഉദ്ദേശം മൊത്തം പാളിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഇങ്ങനെ സൈഡ് വഴി മാത്രമേ നടാൻ പറ്റില്ല. നടുവൊക്കെ കിളച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറുതെ ആയി എന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നനയ്ക്കാനും പറ്റത്തില്ല, ഇതിൻ്റെ കള പറിക്കാനും പറ്റത്തില്ല, വളമിടാനും ഒന്നിനും പറ്റത്തില്ല. അന്നേരം എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ കുറേ സ്ഥലം കിളച്ചിട്ടു കേട്ടോ. അതാ പറഞ്ഞത്, നമുക്ക് ആദ്യമൊന്നും ഒരു ABCD അറിയത്തില്ല, നമുക്ക് നട്ട് വരുമ്പോഴല്ലേ ഓരോന്ന് മനസ്സിലാവത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ നട്ടൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം വെയിലിൻ്റെ ചൂടുണ്ടായിരുന്നു. അന്നേരത്തേക്ക് അവിടെ നട്ടെടുത്ത് ഒരു ചൂട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ നട്ടപാടൊന്ന് വെള്ളം നനച്ച് കൊടുക്കണമല്ലോ. ഭൂമിയിൽ അത്ര വലിയ ജലാംശമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. മഴ പെയ്ത് നിന്നിട്ട് കുറേ ആയില്ലേ. അത് അത്ര വലിയ ജലാംശമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. അന്നേരത്തേക്കും കുഞ്ഞാപ്പുകൂട്ടി ഇവിടെ പോക പരിപാടിയാണ് കേട്ടോ. വെള്ളത്തിലും ചെളിയിലുമായിട്ട് ആൾക്ക് കിട്ടിയ അവസരം ആൾ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആളങ്ങനെ വീട്ടിലാണെങ്കിൽ ചെളിയിലും വെള്ളത്തിലൊന്നും കളിക്കാൻ വിടാറില്ലല്ലോ. അത് നന്നായിട്ട് ആൾ മുതലെടുത്തു. ചക്കര അവിടെ അതിരുവരമ്പൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇത് അമ്മയുടെ ഇത് അച്ഛൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിരുവരമ്പൊക്കെ വരച്ച് വയ്ക്കുന്നുണ്ട്. റോഡാണ് വഴിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഒപ്പിക്കുന്നുണ്ട്. ഒരാൾ കാണിക്കുന്ന പരിപാടിയുണ്ട്, ചീത്ത പറയാതിരിക്കാൻ വേണ്ടി കൊഞ്ചിയാണ് കേട്ടോ. വെറുതെ കൊഞ്ചി കളിക്കണ്ട, മുഖം കണ്ടിരിക്കണം. നമ്മൾ ചീത്ത പറയില്ലല്ലോ, വെള്ളത്തിൽ കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയില്ലല്ലോ. അതിന് അച്ഛനെ നോക്കിയിട്ട് കൊഞ്ചിയാണ് ആൾ. അവൾക്ക് കിട്ടിയ അവസരം അവൾ പരമാവധി അങ്ങോട്ട് മുതലെടുക്കുന്നുണ്ട്. കാരണം ആരും അവളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, അതാണ് ആളുടെ പ്രശ്നം. ചെരുപ്പിടാതെ അതിൽ കൂടെയൊക്കെ നടക്കണ്ടായിരുന്നു. മുള്ളു കുത്തുന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് അത് ഒതുങ്ങി നിന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം നടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നെ ഞങ്ങൾ നേരെ എല്ലാം വാരിക്കെട്ടിയതുണ്ട്. ശ്യാമാട്ട അവിടെ മുളകും ചെടീൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കുഴി കുഴിച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാത്തിനും കുറച്ച് നേരം തണുപ്പ് ഇങ്ങനെ കിട്ടിക്കോട്ടെ എന്നുണ്ട്. പിന്നെ എല്ലാം വാരിക്കെട്ടി നേരെ പുഴയിലേക്ക് വന്നു. എല്ലാം കയ്യും കാലും മുഖമൊക്കെ കഴുകി കയറി. പിന്നെ പോയി കുളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും